ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോമിൻ്റെ വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്ന വചനത്തെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ശ്രവിക്കുവാൻ പോകുന്ന വചനഭാഗത്തെ അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. വചനം കേൾക്കുമ്പോൾ നല്ല നിലത്ത് വീണ വിത്തുപോലെ 100 മേനി ഫലം നൽകുവാൻ തക്കവിധം ഞങ്ങളുടെ പാവപ്പെട്ട ജീവിതങ്ങളെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനമാണ് ഇന്ന് നമ്മൾ സന്ദേശമായി സ്വീകരിക്കുക. വചനം ഇപ്രകാരമാണ്: സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഗോതമ്പ് മണി ചാക്കിൽ കെട്ടി വെക്കുകയാണെങ്കിൽ അത് അതേപടി ഇരിക്കും. മറിച്ച് അത് ഉഴുന്ന് മണ്ണിൽ അത് പാവുകയാണെങ്കിൽ വിളവുകളുണ്ടായി അവസാനം അത് ഉണങ്ങി വറുത്ത് പൊടിച്ച് മനോഹരമായ രുചികരമായ അപ്പമുണ്ടാക്കി ഭക്ഷിക്കുവാൻ തക്കവിധം അത് ഫലം പുറപ്പെടുവിക്കുന്നതായി നമുക്ക് കാണാം. നമ്മുടെ ജീവിതങ്ങൾ അവരന് നന്മയായി മാറണം. ഇതാണ് ദൈവം ഈ വചനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന സകല കഴിവുകളും അവരൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കണമെന്നുള്ളതാണ് ഈ തിരുവചന ഭാഗം നമ്മോട് ആവശ്യപ്പെടുക. അവരോട് കരുണയും സ്നേഹവും എല്ലാം കാണിക്കുമ്പോൾ ഈ ഗോതമ്പ് മണി പോലെ നിലത്ത് അഴിയുന്ന ആ ഒരു അനുഭവം സ്വന്തമാക്കുകയാണ്. ഞാൻ ഓർക്കുക എപ്പോഴും എൻ്റെ അമ്മയെയാണ്. എൻ്റെ അമ്മ കാരുണ്യത്തിൻ്റെ ഒരമ്മയാണ്. സ്വന്തം പെറ്റമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. വീട്ടിൽ വരുന്ന ഏതൊരാൾക്കും ഇല്ലായ്മയെന്ന് പോലും ഉള്ളത് വിളമ്പിക്കൊടുക്കുവാൻ, പെട്ടെന്ന് തന്നെ അവരുടെ വിശപ്പകറ്റി ദാഹമകറ്റി അവരെ പറഞ്ഞയക്കുവാൻ തക്കവിധം വലിയ സന്തോഷവും ആനന്ദവും സ്നേഹവും കണ്ടെത്തിയ അമ്മ, അയൽവക്കത്ത് വേദനിക്കുന്നവരെ കാണുമ്പോൾ ആശ്വസിപ്പിക്കുവാനും അവരെ കേൾക്കുവാനും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവരെ സഹായിക്കുവാനും മനസ്സുള്ള അമ്മ. കഴിഞ്ഞ ദിവസം അമ്മ ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അമ്മയെ സന്ദർശിക്കുവാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അമ്മ ബ്ലഡ് തീർന്ന് മരണാവസ്ഥയിലാണ്. എങ്കിലും ആ അമ്മ തൊട്ടടുത്ത ബെഡിൽ കിടക്കുന്ന ഒരു ചേച്ചിയെ ചൂണ്ടിക്കാണിച്ച് എന്നോട് പറയുകയാണ്, എടി, ആ ചേച്ചിക്ക് എന്തോ വല്ലാത്ത അസുഖമാണ്, ആ കണ്ണൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ, എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ ഞാൻ കൊന്ത കൊണ്ടുവന്നിട്ടുണ്ട്, ആ ജപമാല ആ ചേച്ചിക്ക് കൊടുക്കണം. എനിക്ക് അത്ഭുതം തോന്നി. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മയുടെ ആ വാക്കുകൾ, അമ്മ മരണത്തോട് മല്ലടിക്കുകയാണ്. ആ അവസ്ഥയിൽ തൊട്ടടുത്ത് കിടക്കുന്ന ആ രോഗിയോട് കാരുണ്യം കാണിക്കുന്ന എൻ്റെ അമ്മ. ഈ അമ്മയുടെ ഈ കാരുണ്യത്തിൻ്റെ മനോഭാവം ആണ് 2022 എൻ്റെ ജനറാളമ്മയുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഡയാന എന്ന പെൺകുട്ടിക്ക് 2 കിഡ്നി നഷ്ടപ്പെട്ടു പോയി, അവൾക്ക് കിഡ്നി കൊടുക്കാൻ മനസ്സുള്ളവർക്ക് കൊടുക്കാമെന്ന്. ജനറാളമ്മ ആ മെസ്സേജ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തു. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ജന്മം നൽകിയ എൻ്റെ അമ്മയെയും എൻ്റെ അപ്പനെയും എനിക്ക് ഓർമ്മ വന്നു. ഇവരുടെ ഈ കാരുണ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഒപ്പം നല്ലവനായ ഈശോയെയും ഓരോ വിശുദ്ധ ബലിയിലും ഗോതമ്പപ്പം നമുക്ക് വിശുദ്ധ കുർബാനയായി മുറിച്ച് തിരുരക്തമായി തിരുഭോജ്യമായി തരുന്ന ആ ദിവികാരണ ഈശോയുടെ സ്നേഹം മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് ആ മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുക്കുകയുണ്ടായി. ഞാൻ ഓർക്കുകയാണ്, ഡയാന എന്ന പെൺകുട്ടിയെ ഞാൻ പോയി ആദ്യമായി കണ്ടു. ഞാൻ അവളോട് പറഞ്ഞു, എൻ്റെ കിഡ്നി നിനക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവളെ ചേർത്ത് പിടിച്ചു. അവളെ ചേർത്ത് പിടിച്ച സമയത്ത് ഡയാന എന്നോട് പറയുകയാണ്, സിസ്റ്റർ എൻ്റെ കരം പിടിച്ചപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഷോക്ക് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, തീർച്ചയായും നിനക്ക് കിഡ്നി തരാനുള്ള സിസ്റ്ററാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞതുപോലെ തന്നെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗം സന്തോഷത്തോടെ ഡയാന എന്ന പെൺകുട്ടിക്ക് മുറിച്ചു നൽകുവാൻ, പകുത്തു നൽകുവാൻ എന്നെ ശക്തമാക്കിയത് അമ്മയുടെ കാരുണ്യവും എൻ്റെ സർവശക്തനായ ഈശോ എന്നെ സ്നേഹിക്കുന്ന ഈശോയുടെ വലിയ സ്നേഹവുമാണ് എന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് പകുത്തു നൽകുവാൻ, നമുക്ക് അഴിഞ്ഞില്ലാണ്ടാകുവാൻ ഒരുപാട് സമ്പത്ത് വേണമെന്നില്ല. ഒരു ചെറിയ പുഞ്ചിരി,
നമ്മുടെ ആരോഗ്യം കൊണ്ട് അവരെ സഹായിക്കാനാവും. ഇനിയും നമ്മൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മുടി ദാനം ചെയ്യാനാവും. രക്തബാങ്കുകളുണ്ട്, നമ്മുടെ രക്തം അവർക്ക് വേണ്ടി ദാനം ചെയ്യാനാവും. നമ്മുടെ സമ്പത്ത് അവരിന് വേണ്ടി ദാനം ചെയ്യാനാവും. ഇങ്ങനെ അഴിഞ്ഞ് ഇല്ലാണ്ടാകുന്ന ഒരുപടി അവസരങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുനിമിഷം നമ്മുടെ മുൻപിൽ വന്നെത്തുകയാണ്. അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം എന്താണ് കാണിച്ചു തരുന്നത്? അൽഫോൻസാമയെക്കുറിച്ച് ആരെല്ലാം എവിടെയെല്ലാം പറയുമ്പോഴും ആവർത്തിച്ച് പറയുന്നതാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കും. ഒരു ഗോതമ്പ് മണി അഴിഞ്ഞ് ഇല്ലാതായതിൻ്റെ അനുഭവമാണ് വിശുദ്ധ അൽഫോൻസാമ എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും എല്ലാം കുടുംബത്തിൽ അവനവനിസം വളർന്നു വരികയാണ്. അവനവൻ്റെ കാര്യം, അവരൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തയേയില്ല. ഇവിടെയാണ് ഈ തിരുവചനത്തിന് വലിയേറെ പ്രാധാന്യം കൽപ്പിക്കുക. അവനവൻ്റെ ചിന്തകൾ മാറി അവരിലേക്ക് നമ്മുടെ കണ്ണുകളും കാതുകളും നമ്മുടെ കരങ്ങളും നീട്ടുമ്പോൾ അവിടെ ഈ ഗോതമ്പ് മണി അഴിഞ്ഞ് ഇല്ലാതാകുന്ന അനുഭവം സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ളത് തീർച്ചയാണ്. കത്തി നിൽക്കുന്ന മെഴുകുതിരിക്കും എന്നോടും നിങ്ങളോടും പറയാനുള്ളത് ഇങ്ങനെയാണ്. ഒരു മെഴുകുതിരി കത്തി ഇല്ലാണ്ടാകുമ്പോൾ അതിന് പ്രകാശം അനുഭവിക്കുന്ന നമ്മളാണ്. അതിങ്ങനെ കത്താടെ വെറുതെ നിൽക്കുകയാണെങ്കിലോ ഒന്നിനും ഉപകരിക്കുന്നില്ല. ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുമ്പോൾ അറിയാം, മനോഹരമായ പ്രകാശമാണ് അവിടെ. എന്ന് പറഞ്ഞതുപോലെ നമ്മളും ഈ ലോകത്തിൽ പ്രകാശമായി തീരേണ്ടവരാണ്. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ അയൽവാസികൾക്ക്, എൻ്റെ ഇടവകയിൽ, എൻ്റെ സമൂഹത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാനൊരു ഗോതമ്പ് മണിയായി, ഞാനൊരു മെഴുകുതിരിയായി മാറണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കതിനു വേണ്ടി പരിശ്രമിക്കേണ്ടേ? ദ സിറ്റി ഓഫ് ദ ജോയ് എന്നുള്ള നോവലിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഖസാരിബാൽ, റിക്ഷാവാലക്കാരൻ. ഒരു പാവപ്പെട്ട റിക്ഷ വലിക്കുന്ന ജോലിക്കാരനാണേ. എല്ലാ ദിവസവും ട്രെയിൻ വരുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ റിക്ഷയുമായി റെയിൽവേയിലേക്ക് വരും. എന്തിനാണെന്നറിയോ? ഈ യാത്രക്കാരുടെ ഭാരം ചുമക്കുവാൻ. ഒരുപാട് ലഗേജുകൾ ഉണ്ടാവും. ഇതിങ്ങനെ ചുമന്ന് ക്ഷീണിച്ച് അവശനായിട്ടാണ് ഓരോ ദിവസവും ഈ മനുഷ്യൻ തൻ്റെ ഭവനത്തിലെത്തുക. അയാൾക്ക് ഏക ഒരു പെൺകുട്ടിയാണുള്ളത്. വളർന്നു വലുതായി വിവാഹപ്രായമായി. അയാളുടെ കയ്യിൽ ഒന്നുമില്ല സമ്പാദ്യമെന്ന് പറയുവാൻ. അയാൾക്കാകെ സങ്കടമായി. എങ്ങനെയാണ് തൻ്റെ ഏക മകളെ വിവാഹം കഴിപ്പിച്ചയക്കുക? അയാൾക്ക് പെട്ടെന്ന് മനസ്സിൽ ഒരാശയം തോന്നി. കുറച്ചകലെ എല്ലുപൊടി ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അയാൾ മകളറിയാതെ നേരെ ആ ഫാക്ടറിയിലേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ഫാക്ടറി ഉടമയോട് പറഞ്ഞു, ഞാൻ വളരെ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. എൻ്റെ മകൾക്ക് വിവാഹപ്രായമായി. അവളെ പറഞ്ഞയക്കുവാൻ എൻ്റെ കൈവശം പണമില്ല. എനിക്ക് കുറച്ച് പണം വായ്പ തരണം. ഇത് തിരിച്ചടയ്ക്കാൻ എനിക്ക് നിർവാഹമില്ലാത്തതിനാൽ എൻ്റെ മരണശേഷം എൻ്റെ ശരീരം നിങ്ങൾക്കെടുക്കാം, എല്ലുപൊടി ഉണ്ടാക്കുവാൻ. ഈ ഒരു കരാറിൽ ആ പാവപ്പെട്ട മനുഷ്യൻ പണവും വാങ്ങി തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ്റെ കഥ ഇതൊരു നോവലിലെ കഥയാണെങ്കിലും ഇതും ഒരു ഗോതമ്പ് മണി അഴിഞ്ഞ് ഇല്ലാതായതിൻ്റെ ഒരു കഥയാണ്. ഇന്ന് നമ്മുടെ ഒരുപാട് കുടുംബങ്ങളിൽ അപ്പനമ്മമാർ ഭാര്യ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, അപ്പനമ്മമാർ മക്കൾക്ക് വേണ്ടി അഴിഞ്ഞ് ഇല്ലാണ്ടാകുന്നുണ്ട്. അത് നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഈ അഴിഞ്ഞ് ഇല്ലാതാകുന്ന കുടുംബങ്ങളിൽ അതിൻ്റെ ഒരു മാധുര്യമുണ്ട്. ആ മാധുര്യം അനുഭവിക്കണമെങ്കിൽ അഴിഞ്ഞില്ലാതാകുന്ന ആ അനുഭവം സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന ഗോതമ്പ് മണി ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നന്മ നമ്മളിലൂടെ ഈ ലോകത്തിലുണ്ടാകും. നമുക്കത് മറക്കാതിരിക്കാം. ഈ വചനഭാഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇതൊരു പ്രചോദനമാവണം. എൻ്റെ ജീവിതം ഒരു മെഴുകുതിരിയായി, ഒരു ഗോതമ്പ് മണിയായി അഴിഞ്ഞ് ഇല്ലാണ്ടായി പ്രകാശിച്ച് കുടുംബത്തിനും സമൂഹത്തിനും നന്മയായി തീരുവാൻ തക്കവിധം ദൈവമേ എൻ്റെ ജീവിതത്തെ ഉപകരണമാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആവട്ടെ ഈ വചനശ്രവണം. ചില വ്യക്തികളുണ്ട്, നല്ല ആത്മീയമായി ഉയർന്നവരാണ്. പക്ഷേ അവർ ദൈവത്തിനു വേണ്ടിയോ
അവരിനു വേണ്ടിയോ യാതൊന്നും ചെയ്യാൻ മനസ്സില്ലാത്തവരാണ്. ആരോഗ്യം, സമ്പത്ത് എല്ലാമുണ്ട്. പക്ഷേ ഒരു കൈവിരൽ പോലും അനക്കുവാൻ മനസ്സില്ലാത്ത ഒരുപാട് ജീവിതങ്ങളില്ലേ നമ്മുടെ ചുറ്റിലും? ഞാനും നിങ്ങളുമൊക്കെ വേദനിക്കുന്ന അവസരങ്ങളിൽ ചിന്തിച്ചിട്ടില്ലേ, ആ വ്യക്തി എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, ഒരാശ്വാസവാക്ക് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ? കിട്ടാതെ വന്നപ്പോൾ നൊമ്പരപ്പെട്ടിട്ടില്ലേ? എങ്കിൽ പ്രിയരെ, നമുക്കുണ്ടായ ഈ അനുഭവം അപരനുണ്ടാകാതിരിക്കുവാൻ നമ്മുടെ കണ്ണുകൾ അപരനിലേക്ക് തുറക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ദൈവം തന്ന എല്ലാ കഴിവുകളും അപരനു വേണ്ടി ഉപയോഗിക്കുവാൻ ഒരു തുറവി കിട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും നമ്മുടെ ഉള്ളറകളിലേക്ക് നോക്കിയാൽ ഗോതമ്പ് മണി പോലെ അഴുകി ഇല്ലാതാകുന്ന ചിലതൊക്കെ നമ്മുടെ ഉള്ളങ്ങളിലില്ലേ? ഞാനെന്ന ഭാവം, അഹങ്കാരം, അസൂയ, മടി, കോപം, ഇതിനെയെല്ലാം മാറ്റിക്കളയുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്നേ ദിനം ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ ഉള്ളിൽ അഴുകാതെ കട്ട പിടിച്ച് ഇരിക്കുന്ന നിന്റെ അഹങ്കാരവും കോപവും അമർഷവും അസൂയയും മടിയുമെല്ലാം ഇല്ലാതാക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. ഓരോ വിശുദ്ധരുടെ ജീവിതവും നമ്മോട് ആവശ്യപ്പെടുന്നത് ഇതുതന്നെയാണ്. യേശുവിനു വേണ്ടി അഴിഞ്ഞ് ഇല്ലാതാകുക. അവർ നമ്മോട് പറയുകയാണ്, ഞങ്ങൾക്കുമുണ്ടായിരുന്നു ഒരുപാട് കുറവുകൾ, ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. അതെല്ലാം ഈശോയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി എല്ലാം മാറ്റിവെച്ചു, ജീവിതത്തെ നവീകരിച്ചു, ജീവിതം പൂർണ്ണമായി വിട്ടുകൊടുത്തു. അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ചതാണ് ഈ വിശുദ്ധിയുടെ കിരീടം. 2015 മാർച്ച് 15 ഒരു ദേവാലയത്തിലേക്ക് കടന്നു വന്ന തീവ്രവാദിയെ ഞാൻ മരിച്ചാലും അകത്തേക്ക് കടത്തിവിടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയ ആകാശ് എന്ന ചെറുപ്പക്കാരൻ സ്ഫോടനത്തിൽ മരിച്ചു. ആകാശിന്റെ മരണം ഗോതമ്പ് മണിയുടെ അലിയിലായിരുന്നു. 2022 ആകാശിനെ ദൈവദാസനായി പ്രഖ്യാപിച്ചപ്പോൾ ആകാശിന്റെ ജീവിതം ധന്യമായി. നമുക്കും ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾ സ്വന്തമാക്കുവാനായി പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, അപരനിലൂടെ നമുക്ക് കിട്ടുന്ന നന്മകളും സ്നേഹവും കാരുണ്യവുമെല്ലാം 2 കരങ്ങളും നീട്ടി നമ്മൾ സ്വീകരിക്കുന്നത് പോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്നവരിലേക്കും അത് പകരപ്പെടാനുള്ള ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് ഫലം പുറപ്പെടുവിക്കും. ഈ വചനം നമ്മുടെ കാതുകളിൽ, നമ്മുടെ മനസ്സുകളിൽ അലയടിക്കട്ടെ. ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരൻ ഭിക്ഷയാചിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ രാജാവ് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. രാജാവ് പറഞ്ഞു, നീ വളരെയേറെ കഷ്ടപ്പെടുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു, നീ എൻ്റെ രാജകൊട്ടാരത്തിലേക്ക് വരിക. ആ ഭിക്ഷക്കാരൻ രാജകൊട്ടാരത്തിൽ ചെന്നു. രാജാവ് രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ആ ഭിക്ഷക്കാരനെ നിർത്തിയിട്ട് പറഞ്ഞു, മകനെ, നീ ഇവിടം മുതൽ നിനക്ക് ഇന്ന് സന്ധ്യയാകുന്നതിന് മുൻപ് ഈ രാജകൊട്ടാരത്തിൽ തിരിച്ചെത്തുന്ന സമയം വരെ എത്രമാത്രം ദൂരം ഓടിത്തീർക്കാമോ അത്രയും ദൂരം നിനക്ക് യാത്ര ചെയ്യാം. അതിനർത്ഥം നീ എത്രമാത്രം നടന്നു നീങ്ങുന്നുവോ ആ വഴികളെല്ലാം നിൻ്റേതായി മാറും, അത്രയും സ്ഥലങ്ങൾ നിൻ്റേതായി മാറും. ഇത് കേട്ട ഭിക്ഷക്കാരന് എന്തെന്നില്ലാത്ത ആവേശവും ആഹ്ലാദവുമായി. അയാൾക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല. അയാൾ രാജകൊട്ടാരത്തിൻ്റെ മുൻപിൽ നിന്ന് ഓട്ടം ആരംഭിച്ചു. ഓടി 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 സന്ധ്യ മയങ്ങുന്ന നേരമായപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു, രാജാവ് പറയുന്ന സമയമാകുന്നതിന് മുൻപ് തന്നെ രാജകൊട്ടാരത്തിൻ്റെ മുൻപിൽ എത്തണമല്ലോ. പെട്ടെന്ന് തന്നെ ആ മനുഷ്യൻ തിരിച്ചു ഓടാൻ തുടങ്ങി. ഓടുന്ന വഴി ആ മനുഷ്യന് കിതപ്പുണ്ട്, ദാഹമുണ്ട്, വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. കിതച്ചും ദാഹിച്ചും ആ മനുഷ്യൻ ഓടുകയാണ്. രാജകൊട്ടാരത്തിൻ്റെ മുൻപിലെത്തി. രാജാവ് ഈ സഹോദരനെ കാത്തിരിക്കുകയായിരുന്നു. രാജാവ് ചോദിച്ചു, അല്ലയോ മകനെ, നീ എവിടം വരെ ഓടി? സന്ധ്യയായല്ലോ. ആ യാചകൻ പറഞ്ഞു, ദാ ഞാൻ അവിടം വരെ ഓടിയെന്ന് കൈകൊണ്ട് കാണിക്കുകയും ആ യാചകൻ അവിടെ തളർന്നു വീണ് മരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ ആ സന്ധ്യ വരെ അയാൾ എന്തിനു വേണ്ടി ഓടിയോ അതെല്ലാം വ്യർത്ഥമായി.
അമിതമായി സമ്പത്തുണ്ടാകണമെന്നുള്ള ആഗ്രഹത്താൽ അയാൾ കൂട്ടിവെക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, നേടിയെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓടിത്തീർത്തപ്പോൾ അയാൾക്ക് അത് അനുഭവിക്കാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് വന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുമെന്ന് തമ്പുരാൻ നമ്മളോട് പറയുമ്പോൾ എൻ്റെ ജീവിതം എത്രമാത്രം വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ട്? നന്മ ചെയ്യുവാനും കാരുണ്യം കാണിക്കുവാനും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇതാണ് ഇന്ന് ഈശോ നമ്മോട് ചോദിക്കുന്നത്. നമ്മുടെ ഉള്ളങ്ങളെ തമ്പുരാൻ്റെ തിരുമുമ്പാകെ സമർപ്പിക്കാം. ഒത്തിരി കുറവുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് കുറവുകളുണ്ട്. ഈ കുറവുകളിലേക്കെല്ലാം ഈശോയെ നമുക്ക് ക്ഷണിക്കാം. ഈശോയുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധരൊക്കെ ആയിത്തീർന്നതുപോലെ നമുക്കും അഴിഞ്ഞ് ഇല്ലാണ്ടായി വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ ഉള്ള ധീരത ലഭിക്കുകയുള്ളൂ. അതിനുള്ള മനസ്സ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ അതാണ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നതും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും. ശുശ്രൂഷ മേഖലകളിൽ ചില വ്യക്തികളോട് സമൂഹത്തിൽ വേദനിക്കുന്ന ചിലർക്ക് വേണ്ടിയൊക്കെ കരം നീട്ടാൻ ഇടവന്നിട്ടുണ്ട്. ചില രോഗികൾക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി ഒക്കെ ഞാനിങ്ങനെ കരം നീട്ടിയിട്ടുണ്ട്. എൻ്റെ കരങ്ങളിലേക്ക് നാണയത്തുട്ടുകൾ വെച്ചു തന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ പലരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. അവർ തരുന്നതോ വലിയ സന്തോഷത്തോടെയും സംതൃപ്തിയോടും കൂടെയാണ്. അത്ഭുതം തോന്നിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. സമ്പന്നരായ മനുഷ്യർ പറയും, ഒന്നുമില്ല സിസ്റ്ററെ, വലിയ കഷ്ടപ്പാടല്ലേ ഇപ്പം പോകുന്നത് എന്നുള്ള ഉത്തരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ദരിദ്രരായ പാവപ്പെട്ട മനുഷ്യർ പറയും, ഉള്ളത് തരുന്നു സിസ്റ്റർ എന്നുള്ള മനസ്സോടെ. എന്തൊരു സന്തോഷമാണ് അവരുടെ ചുണ്ടുകളിൽ. നമ്മുടെ ഈ ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാവരും സ്വാർത്ഥരല്ലേ? സ്വാർത്ഥത നിറഞ്ഞ ജീവിതം. കുടുംബത്തിൽ പോലും സഹോദരങ്ങൾ തമ്മിൽ സ്വത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നു. മാതാപിതാക്കൾക്ക് സമാധാനമില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് വീതിച്ച് മക്കൾക്ക് വേണ്ടി നൽകുമ്പോഴും അവിടെയും വീണ്ടും വീണ്ടും പ്രശ്നങ്ങളാണ്. ചില മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒന്നും സമ്പാദിക്കേണ്ടായിരുന്നു, സമ്പാദിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ മക്കൾ തമ്മിൽ തല്ലുന്നത് കാണേണ്ടി വന്നത്. ഇല്ലാത്തവരല്ല കേട്ടോ ഈ തല്ലുണ്ടാക്കുന്നത്. ഉള്ളവർ കൂടുതൽ കിട്ടാൻ വേണ്ടി തല്ലുണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടി? സ്വത്തിനു വേണ്ടി. ഈശോ പറയുകയാണ്, നമ്മൾ ഈ ലോകത്തിന് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കേണ്ടവരല്ല, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സമ്പത്ത് ശേഖരിച്ചു വെക്കേണ്ടവരാണ് എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ചുറ്റും നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ വെള്ളപ്പൊക്കമായും കൊടുങ്കാറ്റായും ഒരുപാട് ഭീഷണികൾ നമ്മൾ നേരിട്ടവരാണ്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടൽ ഉണ്ടായ ആ സ്ഥലത്ത് വീഡിയോയിലൂടെ ഞാൻ കണ്ട ഒരു രംഗം. ഒരു ചെറുപ്പക്കാരൻ അതിലെ നടന്നു നീങ്ങുകയാണ്. എന്തോ നഷ്ടപ്പെട്ടു, അത് കണ്ടെത്താനായിട്ടാണ് അവൻ പോകുന്നത്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു കേട്ടോ. കാരണം ആ ചെറുപ്പക്കാരൻ അവസാനം കണ്ടെത്തുന്നത് ഒരു മരത്തിൻ്റെ വേരുകൾക്കിടയിൽ നിന്നും ഒരു കുതിർന്ന് മണ്ണിൻ്റെ ചെളികളൊക്കെ പറ്റിയ ഒരു താളുകളൊക്കെ കീറിയ ഒരു വേദപുസ്തകമാണ്. ഈ വേദപുസ്തകം എടുത്ത് മാറോട് ചേർത്തിട്ട് ആ ചെറുപ്പക്കാരൻ അതിൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, എടാ, ഈ വചനമാണ് എന്നെ നാളിതുവരെ ശക്തിപ്പെടുത്തിയത്. ഇങ്ങനെ തോളോട് ചേർത്ത് വെച്ചിരിക്കുക. എന്നിട്ട് പറയുക, ഈ വചനമാണ് എന്നെ ഈ നാളിതുവരെ ശക്തിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഉറ്റവരെല്ലാം എന്നിൽ നിന്നും അകന്നു പോയിട്ടും ഞാൻ ഇത് തേടി വന്നതെന്ന്. എത്ര സ്നേഹത്തോടും എത്ര വിശ്വാസത്തോടും എത്ര ദൃഢതയോടും കൂടെയാണ് ആ ചെറുപ്പക്കാരൻ ഈ വചനമാണ് തൻ്റെ എല്ലാം എന്ന് പറഞ്ഞത്. അത്ഭുതപ്പെടുത്തി. തൊട്ടടുത്ത് തന്നെ വേറൊരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. അതിങ്ങനെയാണ്, ആരും അധികം ഉപയോഗിക്കാത്ത ഒരു നല്ല പുതിയ ബൈക്ക്. അപ്പം അതിൻ്റെ ഓണർ ആരാണെന്നൊന്നും അറിയില്ല, അധികം ഉപയോഗിച്ചിട്ടേയില്ല, ചെളിയെല്ലാം പുരണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ അടിച്ച് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ പേര് കിട്ടി,
ചെറുപ്പക്കാരൻ മരണമടഞ്ഞു. ഒരിടത്ത് വചനമാണ് എൻ്റെ സ്വന്തമെന്ന് ആ പയ്യൻ ചേർത്ത് വയ്ക്കുമ്പോൾ, മറുവശത്ത് സ്വന്തമായി അധികം ഉപയോഗിക്കാതെ സൂക്ഷിച്ചിരുന്ന ഒരു ബൈക്ക് കണ്ടെടുക്കുമ്പോൾ ആ ബൈക്ക് ഓടിച്ചിരുന്ന മകനെ കാണാനില്ല. എന്തൊരു വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് ലോകം ഇന്ന് കടന്നു പോകുന്നത്. ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ, പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ ഓരോന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് പഠിക്കേണ്ടതുപോലെ ഞാനും നിങ്ങളും പഠിക്കുന്നില്ല എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ പ്രിയരെ, നമ്മൾ തീർച്ചയായും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നാമുമായി ബന്ധപ്പെട്ടവരിലേക്കും കരുണയുടെ ഒരു മുഖം തിരിക്കാൻ തക്കവിധം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നാം നേടിയെടുക്കുന്നതെല്ലാം എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാമെന്നും നശിക്കാത്ത സമ്പത്ത് സ്വർഗത്തിൽ ശേഖരിക്കണമെന്നും ഈശോ നമ്മളോട് പറയുകയാണ്. നിന്റെ സമ്പാദ്യം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും എന്നല്ലേ പറയുക. നമ്മുടെ സമ്പാദ്യം സ്വർഗത്തിലാവട്ടെ, നമ്മുടെ സമ്പാദ്യം സ്വർഗത്തിലാവട്ടെ. സ്വർഗത്തിൽ സമ്പാദ്യം ശേഖരിച്ചു വയ്ക്കണമെങ്കിൽ നമ്മൾ ഇല്ലാണ്ടായിത്തീരണം, അഴിഞ്ഞില്ലാണ്ടായിത്തീരണം. നമ്മുടെ ആരംഭത്തിൽ സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ കഴിവും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മുടെ സൗന്ദര്യവുമെല്ലാം അവരിന് വേണ്ടി എടുത്തുപയോഗിക്കുമ്പോൾ അഴിഞ്ഞില്ലാണ്ടാവും. നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ അകമെന്ന ചിന്തയും മാറ്റിക്കൊണ്ട് എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ അഴിഞ്ഞ് ഇല്ലാണ്ടാവും. മദർ തെരേസയും വിശുദ്ധരുമെല്ലാം നമ്മൾക്ക് കാണിച്ചു തരുന്നത് എളിമയുടെ മാർഗമാണ്. എവിടെയെല്ലാം എളിമയുണ്ടോ അവിടെയെല്ലാം നന്മയുണ്ട്. നമ്മുടെ ഈശോ തന്നെ എളിമയുടെ മാതൃക കാണിച്ചു തന്നില്ലേ? രാജാതിരാജനായ ഈശോ എളിമയുടെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ രൂപത്തിലേക്ക് എളിമയുടെ രൂപത്തിൽ കടന്നു വന്നപ്പോൾ എന്തുമാത്രം നന്മയുണ്ടായി ലോകത്തിന്. ഈശോ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമെല്ലാം നല്ല ഗോതമ്പ് മണി, അഴിഞ്ഞ് ഇല്ലാണ്ടാവുന്ന ഗോതമ്പ് മണിയായി തീരുവാൻ പരിശ്രമിക്കണമെന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാലോ? ആയിരിക്കുന്ന ഇടങ്ങളിൽ കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ഈശോയെ, ഈ നിമിഷം അത്രയും ഞങ്ങൾ കേട്ട തിരുവചനത്തെ ഈശോയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾ കേട്ടു, മനസ്സിലാക്കി. ഇനി ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ഫലം പുറപ്പെടുവിക്കുവാൻ അനുയോജ്യമായ സാഹചര്യം കിട്ടുമ്പോൾ മടിയും മടുപ്പും കൂടാതെ ഞങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവിധം ഒരു പുത്തൻ അഭിഷേകം, ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ആമേൻ.